ഈ കൊളുക്കുമലയിൽ സൺറൈസ് ഉണ്ടോ ഇല്ലയോ, കൊളുക്കുമല റിയാലിറ്റി വേഴ്സസ് ഇത് എക്സ്പെക്റ്റേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടു. നിങ്ങളിപ്പോൾ കാണുന്നത് 2 ദിവസം മുമ്പ് ഞാൻ കണ്ട കൊളുക്കുമലയിലെ സൺറൈസാണ്. ഇത് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സീസണൊക്കെ അനുസരിച്ചിട്ട് വേണം പോകാനായിട്ട്. അല്ലാണ്ട് മഴക്കാലത്തൊക്കെ പോയി ക്ലൗഡൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് സൺറൈസ് കാണണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പക്ഷേ ഇത് ഒരുപാട് ഇതിലും കാണിക്കുന്ന സൺറൈസ് അവിടെ ഉണ്ടെന്നുള്ളത് 100% ഉറപ്പായിട്ട്. ഞാനും ഒരുപാട് ടെൻഷനായിട്ടാണ് പോയത്. ഇത് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ലല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അവിടെ സൺറൈസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമുക്കൊരു ടെൻഷനാണ്. ഈ സൺറൈസ് എന്ന് പറയുന്നത് ഇടയ്ക്ക് മിസ്സൊക്കെ ചെയ്യാം. ക്ലൗഡ് വന്നാൽ പിന്നെ സാധനം കാണത്തില്ല. അങ്ങനെ ഭയങ്കര ടെൻഷനായിട്ടാണ് നമ്മളവിടെ നിന്നിരുന്നത്. 6:45 സൂര്യൻ ഉദിക്കാണ്ടായപ്പോഴത്തേക്കും സത്യമായിട്ട് ടെൻഷനായിപ്പോയി. 6:45 ഉദിച്ച് വരുന്ന സൂര്യനാണ് അത്. നല്ല അടിപൊളിയായിട്ട് പുള്ളി റൈസ് ചെയ്ത് വന്നു. നല്ല രസമാണ്. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്ന ഒരു മെമ്മറിയാണ് കേട്ടോ ഇത്. കാരണം ഉദിച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ജ്വലിക്കുന്ന സൂര്യൻ, പിന്നെ ഫുള്ള് മേഘങ്ങളാൽ മൂടപ്പെട്ട താഴ്വര. ശരിക്കും ആകാശത്തിൻ്റെ, അതായത് ക്ലൗഡ്സിൻ്റെ മുകളിൽ നമ്മൾ നിന്നിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ്. അത് നല്ല ലൈറ്റിലേ നമുക്കത് കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അത്ര നേരം അവിടെ നിന്നില്ല. പക്ഷേ നല്ല അടിപൊളിയാണ്. ഇത് സൺസെറ്റിന് മുമ്പുള്ള അവിടുത്തെ സീനാട്ടോ. പിന്നെ കൊടും തണുപ്പാണ്. നമ്മൾ വിറച്ചു പോകട്ടോ അമ്മാതിരി.